Marketing. ആദ്യം നോക്കുന്നത് meaning of market. The word market is derived from the Latin word marketus, which means merchandise, trade or a place where a business is conducted. Marketus എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാർക്കറ്റ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്, വിച്ച് മീൻസ് merchandise, trade or a place where business is conducted. In ordinary language, the term market means a place where goods are bought and sold. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ ഗുഡ്സ് വാങ്ങുന്നതും വിൽക്കുന്നതും ആ പ്ലേസിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എ മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് who are willing and able to spend money or exchange other resources to satisfy their wants. എ മാർക്കറ്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഹു ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു സ്പെൻഡ് മണി ഓർ എക്സ്ചേഞ്ച് അതർ റിസോഴ്സസ്. ഒന്നെങ്കിൽ മണി സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, അതർ റിസോഴ്സസ് എക്സ്ചേഞ്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മണി സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, അതർ റിസോഴ്സസ് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ളൊരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. The term market can be mathematically defined as follows. Market equal to people plus purchasing power plus persuasion. Thus, market consists of people with wants, purchasing power and willingness to utilize the purchasing power. അപ്പോൾ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? പീപ്പിൾ വിത്ത് വാണ്ട്സ്, അതുപോലെ പർച്ചേസിങ് പവർ ആൻഡ് വില്ലിങ്നെസ് ടു യൂട്ടിലൈസ് ദി പർച്ചേസിങ് പവർ. Next, marketing. Marketing has been defined by the American Marketing Association as the performance of business activities that direct the flow of goods and services from producer to consumer or user. So, marketing has been defined by the American Marketing Association as the performance of business activities that direct the flow of goods and services from producer to consumer or user. അടുത്തത്, according to British Chartered Institute of Marketing, marketing is the management process responsible for identifying, anticipating and satisfying consumers' requirements profitably. അപ്പോൾ ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ഈസ് ദി മാനേജ്മെൻറ്റ് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കൺസ്യൂമേഴ്സ് റിക്വയർമെൻറ്റ്സ് പ്രോഫിറ്റബിളി. In the words of Philip Kotler, marketing is the human activity directed at satisfying needs and wants through an exchange process. In the words of Philip Kotler, marketing is the human activity directed at satisfying needs and wants through an exchange process. It can be concluded that marketing is the process of creating, distributing, promoting and pricing goods, services and ideas to facilitate satisfying exchange relationships in a dynamic environment. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, അതുപോലെ പ്രൈസിങ്. എന്തൊക്കെ? ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫെസിലിറ്റേറ്റ് സാറ്റിസ്ഫൈയിങ് എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് ഇൻ എ ഡൈനാമിക് എൻവിയോൺമെൻറ്റ്. അപ്പോൾ മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൈസിങ് ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ് to facilitate satisfying exchange relationship in a dynamic environment. Then marketing is the process of providing the right product of the right quality in the right quantity in the right place at the right time. In short, marketing is the process of മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? പ്രൊവൈഡിങ് ദ റൈറ്റ് പ്രോഡക്റ്റ് ആയിരിക്കണം, ഓഫ് ദി റൈറ്റ് ക്വാളിറ്റി റൈറ്റ് ആയിരിക്കും, അതുപോലെ റൈറ്റ് ക്വാണ്ടിറ്റി ഇൻ ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. അടുത്തത്, നാച്ചർ ഓഫ് മാർക്കറ്റിംഗ്. The above definitions bring into light the following characteristics of the
മാർക്കറ്റിംഗ് വിച്ച് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് നാച്ചർ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മാർക്കറ്റിംഗ് ഈസ് എ ക്രോസ് ഫങ്ഷണൽ ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്രോസ് ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്. മാർക്കറ്റിംഗ് ഈസ് എ ക്രോസ് ഫങ്ഷണൽ ആക്ടിവിറ്റി. അടുത്തത്, മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. മാർക്കറ്റിംഗ് ഡീൽസ് എന്തൊക്കെ ചെയ്യുന്നത്? പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. ഫസ്റ്റ് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് എ ക്രോസ് ഫങ്ഷണൽ ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. അടുത്തത്, മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. അടുത്തത്, മാർക്കറ്റിംഗ് ഇൻറ്റൻസ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദ കസ്റ്റമർ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മാർക്കറ്റിംഗ് ഈസ് എ ക്രോസ് ഫങ്ഷണൽ ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. അതുപോലെ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിംഗ് ഇൻറ്റൻസ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദി കസ്റ്റമർ. അടുത്ത നാച്ചർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഡെലിവറിങ് വാല്യൂ ടു ദി കസ്റ്റമേഴ്സ്. മാർക്കറ്റിംഗ് ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡെലിവറിങ് വാല്യൂ ടു ദി കസ്റ്റമേഴ്സ്. അടുത്തത്, മാർക്കറ്റിംഗ് ഈസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. ആവശ്യങ്ങൾക്ക് ചുറ്റിപ്പറ്റിയാണ് മാർക്കറ്റിംഗ് നിലനിൽക്കുന്നത്. അടുത്തത്, മാർക്കറ്റിംഗ് ഈസ് ബിസിനസ്. മാർക്കറ്റിംഗ് ഈസ് ബിസിനസ് ആൻഡ് ബിസിനസ് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്, അതുപോലെ ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അടുത്തത്, മാർക്കറ്റിംഗ് ഒക്കേഴ്സ് ഇൻ എ ഡൈനാമിക് എൻവിയോൺമെൻറ്റ്. മാർക്കറ്റിംഗ് എവിടെ സംഭവിക്കുന്നത്? ഡൈനാമിക് എൻവിയോൺമെൻറ്റിലാണ് സംഭവിക്കുന്നത്. മാർക്കറ്റിംഗ് എൻവിയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് many change forces like competition, economic condition, political pressures, laws, regulations and technological advances. അടുത്തത്, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് സാറ്റിസ്ഫൈയിങ് എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് സാറ്റിസ്ഫൈയിങ് എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്. ലാസ്റ്റ് വൺ, മാർക്കറ്റിംഗ് ഈസ് എ യൂണിവേഴ്സൽ ഫങ്ഷൻ. Business as well as non-profit organizations like colleges and universities, charitable organizations, hospitals, etc. perform marketing activities. Thus, marketing is a universal function. അടുത്തതായി നോക്കുന്നത് എന്താണ് മെർക്കൻഡൈസിങ്. മെർക്കൻഡൈസിങ് സിംപ്ലി റെഫേഴ്സ് ടു പ്രോഡക്റ്റ് പ്ലാനിങ്. മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പ്ലാനിങ് ആണ്. It aims at internal planning relating to products or services for marketing at the right time, at the right price and in proper color, qualities and sizes. മെർക്കൻഡൈസിങ്ങിൻ്റെ എയിംസ്, ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ തൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റിൽ അറ്റ് ദ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്രൈസിൽ, റൈറ്റ് കളർ ആൻഡ് ക്വാളിറ്റീസ് ആൻഡ് സൈസിൽ എത്താനുള്ള ഒരു ഇൻറ്റേർണൽ പ്ലാനിംഗ് ആണ് മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കവേഴ്സ് എവറിത്തിങ് ഫ്രം ദി പാക്കേജ് ഓഫ് ദി പ്രോഡക്റ്റ് ടു ദ വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ. It involves the whole range of activities that can be used to increase the sale of goods through retail outlets. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെർക്കൻഡൈസിങ് ആൻഡ് മാർക്കറ്റിംഗ്. മെർക്കൻഡൈസിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് പ്ലാനിംഗ് ആണത്. മെർക്കൻഡൈസിങ് മേ ബി ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് പ്ലാനിംഗ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്. But marketing is a more comprehensive term. It includes not only merchandising but also various other activities. Merchandising എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പ്ലാനിങ് മാത്രമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി മാർക്കറ്റിംഗ് പ്രോസസ് ഓഫ് മാർക്കറ്റിംഗിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെർക്കൻഡൈസിങ്ങും അതുകൂടാതെ വേരിയസ് അതർ ആക്ടിവിറ്റീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ മെർക്കൻഡൈസിങ് ഈസ് എ പ്രോഡക്റ്റ് പ്ലാനിങ്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി മെർക്കൻഡൈസിങ് ബട്ട് ആൾസോ വേരിയസ് അതർ ആക്ടിവിറ്റീസ്. അടുത്തൊരു ഡിഫറൻസ് നോക്കാം. മെർക്കൻഡൈസിങ് ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ പ്ലാനിങ് റിക്വയർഡ് ടു ഗെറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ദി മാർക്കറ്റ് അറ്റ് ദി റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദി റൈറ്റ് പ്രൈസ് ആൻഡ് ഇൻ പ്രോപ്പർ കളർ, ക്വാളിറ്റീസ് ആൻഡ് സൈസസ്. നമ്മൾ പറഞ്ഞു മെർക്കൻഡൈസിങ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ് ആണെന്ന്.
ഈ മർക്കൻഡൈസിങ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇൻറ്റേർണൽ പ്ലാനിങ്. എന്ത് വേണ്ടി? റിക്വയർഡ് ടു ഗെറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ തൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് റൈറ്റ് ടൈമിൽ, അതുപോലെ റൈറ്റ് പ്രൈസിൽ, പ്രോപ്പർ കളർ ആൻഡ് സൈസിൽ, ക്വാളിറ്റീസിൽ കിട്ടാനുള്ള ഇൻറ്റേർണൽ പ്ലാനിങ് ആണ് മർക്കൻഡൈസിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. It consists of all the activities of producers and middlemen designed to adjust the merchandise produced or offered for sale to achieve maximum customer satisfaction. But marketing is more comprehensive than merchandising. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. The important points are difference between marketing and selling are: first one, selling refers to transferring goods and services to customer. Selling എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമർ. ബട്ട് മാർക്കറ്റിംഗ് ഈസ് എ വൈഡർ ടേം. ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി സെല്ലിംഗ് ബട്ട് ആൾസോ അതർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് സെല്ലിംഗ് സച്ച് ആസ് അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച് എക്സെട്ര. മാർക്കറ്റിങ്ങിൽ സെല്ലിംഗ് അല്ലാതെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്. അതായത് അഡ്വർടൈസിംഗ്, മാർക്കറ്റ് റിസർച്ച് എക്സെട്ര. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമർ, ബട്ട് മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി സെല്ലിംഗ് ബട്ട് ആൾസോ അതർ ആക്ടിവിറ്റീസ്. അടുത്ത പോയിന്റ്, സെല്ലിംഗ് ഫോക്കസസ് ഓൺ ദ നീഡ്സ് ഓഫ് സെല്ലർ വൈൽ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ദി നീഡ്സ് ഓഫ് ബയേഴ്സ്. സെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് നീഡ്സ് ഓഫ് ദി സെല്ലറാണ്, പക്ഷേ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് നീഡ്സ് ഓഫ് ബയറാണ്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് സെല്ലിംഗ് എയിംസ് അറ്റ് മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. മാർക്കറ്റിംഗ് എയിംസ് അറ്റ് ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സെല്ലിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ആണ്, പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ എയിംസ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. അടുത്തത് സെല്ലിംഗ് ഈസ് കൺസേൺ വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൾറെഡി പ്രൊഡ്യൂസ്ഡ് ബട്ട് മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽസ് ഹാവ് ബീൻ ഇഫക്റ്റഡ്. എന്ന് പറയുന്നത് ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷനാണ് സെല്ലിങ്ങിൽ ഉൾപ്പെടുന്നത്. പക്ഷേ മാർക്കറ്റ് എന്ന് പറയുന്നത് ബിഫോർ പ്രൊഡക്ഷൻ, അതുപോലെ ആഫ്റ്റർ ദി സെയിൽസ് ഹാവ് ബീൻ ഇഫക്റ്റഡ്. സെയിൽസ് കഴിഞ്ഞാലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽസ് ഹാവ് ബീൻ ഇഫക്റ്റഡ്. അടുത്തൊരു ഡിഫറൻസ്, സെല്ലിംഗ് എംഫസൈസ് ഓൺ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബട്ട് മാർക്കറ്റിംഗ് എംഫസൈസ് ഓൺ ലോങ് ടേം ഗോൾസ് സച്ച് ആസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. സെല്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, ബട്ട് മാർക്കറ്റിംഗ് ലോങ് ടേം ഗോൾസ് സച്ച് ആസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഗ്രോത്തും സ്റ്റെബിലിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോങ് ടേം ഗോൾസ് ആണ് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നത്. അടുത്ത ഡിഫറൻസ്, സെല്ലിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് കൺവേർട്സ് പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ് while marketing is a function that converts consumer needs into product. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, അത് കൺസ്യൂമർ നീഡ്സ്, കസ്റ്റമറുടെ നീഡ്സ് ആണ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുന്നത്. പക്ഷേ സെല്ലിങ്സിൽ പ്രോഡക്റ്റിനെ ക്യാഷ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. സെല്ലിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് കൺവേർട്സ് പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ് while marketing is a function that converts consumer needs into products. At the difference, selling is based on the idea that the products of enterprises can be sold easily. The keynote of marketing is that the consumer is king. Whatever is produced should be according to his needs and preferences. സെല്ലിംഗ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസിലെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് വിൽക്കണം എന്നേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലെ കൺസ്യൂമറാണ് കിങ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനും ആവശ്യങ്ങൾക്കുമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത്, സെല്ലിംഗ് ഈസ് എ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് വൈൽ മാർക്കറ്റിംഗ് ഈസ് എ കസ്റ്റമർ ഓറിയൻറ്റഡ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സെല്ലിംഗ് എന്ന് പറയുന്നത് വിൽക്കുക. അപ്പോൾ സെല്ലിംഗ് ഈസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് വൈൽ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. അടുത്തത്, സെല്ലിംഗ് എയിംസ് വിത്ത് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് എഗെയിൻസ്റ്റ് മണി ബട്ട് മാർക്കറ്റിംഗ് ഈസ് ദി ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു സൊസൈറ്റി. സെല്ലിംഗ് എൻഡ്സ് വിത്ത് ഡെലിവറി ഓഫ് ഗുഡ്സ് എഗെയിൻസ്റ്റ് മണി. ക്യാഷ് കിട്ടി സാധനങ്ങൾ വിൽക്കുന്നു, അതുവരെയുള്ളൂ സെല്ലിങ്. ബട്ട് മാർക്കറ്റിംഗ് ഈസ് ദി ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു ദി സൊസൈറ്റി. അടുത്തത്, സെല്ലിംഗ് ക്രിയേറ്റ്സ് ഓൺലി പൊസഷൻ യൂട്ടിലിറ്റി ബട്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റ്സ് ടൈം, പ്ലേസ് ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി ഫോർ സാറ്റിസ്ഫാക്ടറി എക്സ്ചേഞ്ച് ഓഫ്
ഗുഡ്സ് ആൻഡ് സർവീസസ്. സെല്ലിങ്ങിൽ ഓൺലി പൊസഷൻ യൂട്ടിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റിങ്ങിൽ ടൈം, പ്ലേസ് ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി ഫോർ സാറ്റിസ്ഫാക്ടറി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്.